ഹലോ. ഒരു ശകലം ഓഫീസിൽ പോകാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. ഭയങ്കര മടി, എന്താ നടക്കില്ല. ഞാൻ കുളിച്ചപ്പോൾ പോലും ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ഉറങ്ങി വീഴുമെന്ന്. ഈ ഉടുപ്പാണെങ്കിൽ അങ്ങ് ചുളുങ്ങി കിടക്കുമായിരുന്നു. ഇത് തേച്ച് ഇത്രയാക്കാൻ പെട്ട പാടെ എനിക്കറിയാം. പക്ഷെ പിന്നെ ഇത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങുന്നതേ ഉണ്ടോ, പിന്നെ അങ്ങ് ചുളുങ്ങും. എനിക്ക് വയ്യ ഇനി തേക്കാൻ പുല്ല്. എന്തിനാവട്ടെ തേച്ച് എനിക്ക് പട്ടിപ്പണി എടുക്കാനല്ലോ. എന്നാലും ഇതെങ്ങനെ പിന്നെയും ചുളുങ്ങുന്നത്? അവിടെ പോയാലും വടി പോലൊന്നും ഇരിക്കാൻ പോലല്ലോ, അവിടെ പോയാലും ചുളുങ്ങും. പോട്ട് പോലും ഭയങ്കരമായിട്ട് എനിക്കങ്ങ് ഉറക്കം വരും, ഭയങ്കരമായിട്ട്. രാവിലെ ഞാൻ അപ്പമാണ് കഴിച്ചത്. അപ്പം അതിനകത്തിൽ ഈസ്റ്റ് കയറി ചൊരുക്കിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു എനിക്ക്. പോകാനേ തോന്നുന്നില്ല ഓഫീസിൽ, ഒരു ശകലം പോലും തോന്നുന്നില്ല. ഇനി അറിയത്തില്ല അവിടെ ചെന്നിട്ട് എന്തോ കാണിക്കും. എന്നാണ് എത്ര മീറ്റിംഗ് ഉണ്ടെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. നാളെയാണെങ്കിൽ അതിൻ്റെയും കൂടെ തീരും. നാളെ രാവിലെ 10 മണിക്ക് 9:30 പോകണം. എന്തോ ട്രെയിനിങ് ഉണ്ട്, അതുകൊണ്ട് 9:30 പോകണമെന്നുണ്ടെങ്കിൽ 8:30 ആകുമ്പോൾ ഇവിടെ ക്യാബ് വരും. പുല്ല്. 8:30 തൊട്ട് 9 മണി, 9:30 തൊട്ട് ആ ക്ലാസ്. 9 മണി തൊട്ട് എത്ര മണി വരെയാ? 6:30 വരെ എങ്ങാണ്ടുണ്ട്. ആക്ച്വലി അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം. നമ്മൾ 8 മണിക്കൂർ ഓഫീസിൽ പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്തു. പക്ഷെ പോകാൻ പറ്റത്തില്ല. എനിക്കൊരു ശകലം എനിക്ക് ഉറക്കം വരുന്നത് എൻ്റെ കോലം കൊണ്ടാട്ടെ. ഒരു ശകലം പോകാൻ താല്പര്യമില്ല എനിക്ക്. പശു നക്കിയ പോലെ ഇങ്ങനെ ആക്കി വെക്കണം. എന്നിട്ട് ഞാൻ ആണുങ്ങളുടെ ചീപ്പ് മേടിച്ചുകൂടെ വെച്ചിട്ടുണ്ട്. അത് വെച്ചിങ്ങനെ ഇങ്ങനൊക്കെ ആക്കി വെച്ചാലും എന്നെ കാണാൻ വലിയ രസമൊന്നും കാണത്തില്ല. പിന്നെ എനിക്കൊരു മനസ്സമാധാനം. ഓഫീസിൽ പോകാൻ വയ്യ ഗൈസ്. എനിക്ക് നല്ല ഉറക്കം വരുന്നു, നല്ല രീതിക്ക് എനിക്ക് ഉറക്കം വരുന്നു. ക്യാബ് ഇപ്പോൾ വരികയും ചെയ്യും. വർക്ക് ഫ്രം ഹോം എടുക്കാന്ന് വെച്ചാൽ എന്തുവിനാ, അടുത്ത മാസം നാട്ടിൽ പോവുക. അപ്പോൾ പിന്നെ അറ്റൻഡൻസ് വേണം ഓഫീസിൽ. എന്തൊക്കെ കഷ്ടമല്ലേ. സ്കൂളിൽ പോകുന്ന സമയത്ത് മടി പിടിച്ച അമ്മമാരും ഇടത്തില്ല. ഇപ്പം നമുക്ക് അമ്മയുടെ അച്ഛൻ്റെ ഒന്നും സമ്മതം വേണ്ട പോകാതിരിക്കാൻ. പക്ഷെ പോയേ പറ്റൂ. 10ാം ക്ലാസ് ജയിച്ചില്ലെങ്കിൽ പശുവിനെ മേടിച്ചിരുന്ന എൻ്റെ അമ്മ പറയുമായിരുന്നു. ഇപ്പം തോന്നുന്നു അതായിരുന്നു നല്ല പ്ലാൻ. പക്ഷെ അത്ര പണിയൊന്നും എടുക്കുന്ന ആളൊന്നുമല്ല ഞാൻ, അത് വേറെ കാര്യം. പശുവിനെ മേടിച്ചാൽ അത്ര നേരമല്ല, അതിനും കഷ്ടപ്പാടുണ്ട്. 23 കൊല്ലം ഞങ്ങളുടെ അമ്മ കഷ്ടപ്പെട്ടതാണ്. അത്രയൊന്നുള്ള ക്ഷമ എനിക്ക് കാണത്തില്ല. പിന്നെ എങ്ങനെയാ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് പറയുക. ഇതൊരു പഴഞ്ചൊല്ലുണ്ട് അതിന്, എന്തോ സംതിങ് കോതയ്ക്ക് പാട്ട്. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട്. അതാണ് ഞാൻ. എന്തൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ ആവണില്ലല്ലോ സജ്ജി. ആവണ്ട പോണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിലായതുകൊണ്ട് ഞാൻ നമുക്ക് കമ്മൽ ഇത് തന്നെ ഇടാം. യെസ് നോ അത് തന്നെ ഇടാം. ഇത്രേ ഇതൊക്കെ കഴിഞ്ഞെങ്കിലും കമ്മലിൻ്റെ ആണി പോകുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോഴാണ് റബ്ബറും ഇല്ല കയ്യിൽ എന്നുള്ളൊരു ഭയം എന്നെ അലട്ടുന്നു. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കമ്മലിൻ്റെ ആണി പോവുകയാണെങ്കിൽ തൊട റബ്ബർ എടുത്ത് അങ്ങോട്ട് കുറച്ച് കണ്ട് ചിട്ടാൽ മതിയായിരുന്നു. ഇറേസർ, തൊട റബ്ബർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഫൈൻ.
ഫാഷൻ പരിപാടിക്കൊന്നുമല്ലല്ലോ പോകുന്നത്. വാച്ച് സമയം നോക്കിയിരിക്കാം, അപ്പോൾ വീട്ടിൽ പോകാൻ പറ്റും. അതെ, കുറച്ച് സ്പ്രേ കുഷ് കുഷ്. നീ എന്താ സൂസ് ഇടണം? സൂസ് നമ്മൾ തന്നെ കണ്ണാടി നോക്കിയിട്ട് പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല, എന്നാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ ക്യാമറ നോക്കിയാൽ കൊള്ളത്തേ ഇല്ല. എന്നിട്ട് ഓഫീസിൽ പോയിരിക്കാൻ പറ്റുമോ? ഇല്ല, സമയമുണ്ടല്ലോ. അതേ മെസ്സേജ് ഒന്നും. വെഹിക്കിൾ ഹാസ് റീച്ച്ഡ് യുവർ ലൊക്കേഷൻ. സന്തോഷം. ബൈ ഗൈസ്. അപ്പോൾ ഇതാണ് സൂപ്പർമാൻ. ആക്ച്വലി ഇവരെയാണ് സൂപ്പർമാൻ എന്ന് പറയേണ്ടത്. എന്തൊരു റിസ്ക്കാണ് ഇവരുടെ ജോലി സത്യം പറഞ്ഞാൽ. ഇത് കണ്ടപ്പോഴാണ് ഗൈസ് ഇന്ന് ഓർത്തത്, ഇന്ന് എൻ്റെ വർക്ക് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം. 1 വർഷമായി. Kapil and Raj especially, they both gave me KT for everything, and Raj was helping me for the day-to-day works and everything. So thank you so much. And Krish and Amir were like my best friends at that time, because I was surprised to see one Malayali from the same team. At the time. So yes, thank you so much. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ബൈ ഗൈസ്.